Hello, machanmare. Welcome back to RichuVlogss. എന്തുണ്ട് machanmare സുഖമല്ലേ? machanmare നമ്മളൊരു സെലിബ്രിറ്റി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആ സമയത്ത് നമുക്ക് ഇൻട്രോ എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി വന്നിട്ട് ഒരു ഇൻട്രോ എടുക്കുന്നത്. ഞാൻ ട്രാവൽ ചെയ്ത് വന്നിട്ട് എടുക്കുന്ന ഇൻട്രോ വേണം. അതുകൊണ്ട് നമ്മൾ വേറെ ഡ്രസ്സൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ machanmare നമ്മുടെ ബിഗ് ബോസിലെ താരം നമ്മുടെ മണിക്കുട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? അവിടെ ഇപ്പോൾ എന്താണ് നടന്നത്, കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം അല്ലേ? machanmare ഭയങ്കര ടയർഡാണ് ഇന്ന്. ഞാൻ എൻ്റെ ഫ്രണ്ട് സുരേഷൻ ഉണ്ടായിരുന്നു. അവൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക. ആ മച്ചാനും കൂടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിന്ന് കുറച്ചെങ്കിലുമൊക്കെ ഫ്രീ ആയത്. കാരണം നമ്മൾ ഒരുപാട് നാളായി ആക്ടേഴ്സിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടല്ലേ. അപ്പോൾ നമ്മളിന്ന് ആ രീതിയിലുള്ള വീഡിയോസ് വേണ്ടിയിട്ട് ഒരു കാര്യം എനിക്ക് വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്റേഴ്സിനോളം ഉണ്ട് ട്രിവാൻഡ്രത്തോട്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു ഒറ്റ ട്രൈക്കിന് പോയിട്ട് മാക്സിമം പറ്റുന്ന അത്രയും വീഡിയോ ഒപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ ലാസ്റ്റാണ് നമ്മുടെ മണിക്കൂട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ പോയത്. അപ്പം ഭയങ്കര സപ്പോർട്ട് വേണം, ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ പതിയെ നമ്മൾ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറേശ്ശെയാണ് ചെയ്യുന്നത്. കാരണം ഓരോരുത്തരുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോയും കൂടെ ഒറ്റ വീഡിയോയിൽ എല്ലാവരുടെയും കൂടെ വീട് കാണിക്കണ്ടല്ലോ. അതുകൊണ്ട് കുറേശ്ശെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഭയങ്കര ടയർഡായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരുന്നു. ഇപ്പോൾ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എഡിറ്റ് ചെയ്താൽ നമുക്ക് നാളെ ബിഗ് ബോസിൻ്റെ ഫൈനലാണെന്നാണ്. അതിന് മുമ്പ് നമുക്ക് മണിക്കൂട്ടൻ ചേട്ടൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇന്നിപ്പോൾ എഡിറ്റിങ്ങിന് ഇരിക്കാൻ പോകണം. ഇപ്പോൾ രാത്രി 9 മണി 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ? മണിക്കൂട്ടൻ അറിയത്തില്ല. നമ്മള് മണിക്കൂട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഒരു കളന്ന് സത്യം പറഞ്ഞത് ഒരുപാട് കറങ്ങി കളന്ന് ഇതാണെന്ന് തോന്നുന്നു വേക്കൻറ്റ് പ്ലോട്ട്. നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത അവിടെ ഉണ്ടാകുന്നതാണ് അറിഞ്ഞത്. പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ പുറകിരിക്കുന്ന വീട് ആരുടെയെന്നറിയോ? നമ്മുടെ ബിഗ് ബോസിലെ താരം നമ്മുടെ മണിക്കുട്ടൻ ചേട്ടൻ്റെ വീടാണ് അല്ലേ? മണിക്കുട്ടൻ ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ വന്ന് ഇവിടെ നിൽക്കുകയാണ്. മണിക്കുട്ടൻ ചേട്ടൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് മണിക്കുട്ടൻ ചേട്ടൻ്റെ അമ്മയോട് ചോദിക്കാം. അല്ലെങ്കിൽ അവിടെ ആളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം മണിക്കുട്ടൻ ചേട്ടൻ ഉണ്ടോ, അല്ലെങ്കിൽ മണിക്കുട്ടൻ ചേട്ടൻ എന്നാണ് വരുന്നത്, ഇല്ലെങ്കിൽ എന്നാണ് വരുന്നത്. മോസ്റ്റ്ലി കാണൂല, നമുക്ക് അറിയാലോ. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടു. ഇപ്പോൾ മണിക്കൂട്ടൻ ചേട്ടൻ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ അത് പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് എന്തായാലും അകത്തോട്ട് ചെന്നിട്ട് അവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ടുള്ള പരിപാടി കാണാം. മൂന്ന് വണ്ടി കിടക്കുന്ന പാളുണ്ട് ഉറപ്പാ. അടി വാങ്ങും എന്ന് ഉറച്ച് കയറിയിട്ടുണ്ട്. അരുത് ഈശ്വര.
അയ്യോ ബിഗ് ബോസ് വീണ്ടും തുടങ്ങുവാണോ? ഞങ്ങള് കാണാന്നും പറഞ്ഞു കാണാന്ന് പറഞ്ഞ അന്നായിരുന്നു. 2 ദിവസമായോ? അത് ശരി. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു കപ്പിൾസ് ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചേട്ടനും ചേച്ചി. അത് കണ്ടപ്പോ ഞാൻ ഇവിടെ ഉണ്ടാവും വിചാരിച്ചു. ഇനി എന്ന് വരും? ഈ മാസം അവസാനം നേരത്തെ വരണ്ടായിരുന്നു. എപ്പോ പോയി? 3 ദിവസമായില്ലേ? വണ്ടി കണ്ടാ ഞങ്ങള് ചുണ്ടാവും. അത് ശരി. മാറിയല്ലേ? പഴയ വീട് അല്ല കവടിയാറ് അത് ഇത് ഇവിടെ അല്ലായിരുന്നു. ഈ വീട് തന്നെ അല്ല, നമ്മള് ചോദിച്ചപ്പോ വീട് മാറിയെന്നൊക്കെ പറഞ്ഞു. എന്റെ പപ്പ പട്ടസമ്മേന്ന് സാറായിരുന്നു. അപ്പൊ വീട്ടിൽ വന്ന് മണിക്കൂട്ടി ചേട്ടൻ്റെ അടുത്ത് പരിപാടിക്ക് വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാന് അത് പപ്പ എന്റെ അടുത്ത് പറഞ്ഞ അഡ്രസ് അവിടെ വേണ്ട. പിന്നെ ഞങ്ങൾ ചോദിച്ചും പറഞ്ഞു ഇവിടെ ഒറ്റ മനുഷ്യരില്ല, ഒഴിഞ്ഞ ഏരിയ. പക്ഷെ കാണാൻ ഉണ്ടാവും വിചാരിച്ചാ നമ്മുടെ അകത്ത് ബിഗ് ബോസിന്റെ ഇതൊക്കെ കാണാൻ. അയ്യോ വെയിറ്റ് ചെയ്യണോ? ഇല്ല, മച്ചാമാരെ നമ്മുടെ മണിക്കൂട്ടൻ ചേട്ടൻ്റെ മൊമെന്റോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. 50 ദിവസങ്ങൾ കടന്നു മുന്നേറുന്നു. ബിഗ് ബോസിന്റെ ആണ് കേട്ടോ ഇതെല്ലാം. പണ്ടത്തെ ഫോട്ടോ അമ്മയും മോനും. അമ്മേത് തട്ടത്തിൻ മറയത്ത് വിനീത് ശ്രീനിവാസൻ 125 ദിവസങ്ങളുടെ അതിന്റെ മൊമെന്റ് ഉണ്ട്. പിന്നെ ബിഗ് ബോസിന്റെ രാജാവ്, ബിഗ് ബോസിലെ ഒരു പരിപാടി ഉണ്ട്, അതൊരു ടാസ്ക് അല്ലായിരുന്നു, അത് രാജാവ് എന്ന് പറഞ്ഞ പട്ടം കൊടുത്തല്ലോ, അതിന്റെ മൊമെന്റം. മാമാങ്ക സിനിമയുടെ മൊമെന്റം. ഇത് കൊള്ളാം, അടിപൊളി. കീർത്തിചക്ര സിനിമയില നീ എന്നെ കൂടെ തെറ്റിക്കൂടെ കൂടെ കുരുക്ഷേത്ര സിനിമയാണത്. കുറെ ഉണ്ട്, പക്ഷെ എന്നോട് ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഞങ്ങള് വലിയ കാര്യത്തിൽ വന്നതാ. പിന്നെ വീട്ടിനകത്തെങ്കിലും കയറാൻ പറ്റില്ല. അത് എന്താ പഴയ ഫിലിം സിറ്റി ഫിലിം അവാർഡ്സ് 2005 ബോയ് ഫ്രണ്ട് ഒക്കെ ഇറങ്ങി. ഈ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് എഴുതിയിരിക്കുന്ന കള്ളൻ പവിത്രൻ. ഒരുപാട് നന്ദി, സന്തോഷമുണ്ട്. ശരി ഞങ്ങള് മഞ്ജുട്ടിയുടെ ഉള്ളപ്പോ ഒരു ദിവസം വരാം. താങ്ക്. അപ്പം പച്ചമാരെ നമ്മൾ മണിക്കൂട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ വീടിനകത്ത് മനുഷ്യൻ്റെ അമ്മ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. നമ്മൾ മണിക്കൂട്ടൻ ചേട്ടൻ്റെ മൊമെന്റോസും കാര്യങ്ങളെല്ലാം കണ്ടു. ഇവിടെ സത്യം പറഞ്ഞാൽ മണിക്കൂട്ടൻ ചേട്ടൻ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മൾ എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമ്മളെ ഗേറ്റ് കണ്ടിട്ട് വരുന്നതാണ്. ആദ്യമായിട്ടാണ് ഒരാൾ വീട്ടിനകത്ത് കയറ്റി നമ്മളെ മൊമെന്റോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. വലിയ സന്തോഷമുണ്ട്. നമ്മൾ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയത് കേട്ടോ. മണിക്കുട്ടി ചേട്ടൻ്റെ അമ്മയും അച്ഛനും ഒക്കെ നല്ല കമ്പനിയാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. അവരെ ഞങ്ങളെ അകത്ത് ഇൻവൈറ്റ് ചെയ്തു, മൊമെന്റോസും കയറി കണ്ടു. അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്നോണ്ടാണ് പുറത്തിറങ്ങി വരാറുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും മണിക്കൂട്ടൻ ചേട്ടന്റെ വീട്ടിൽ വന്ന് ഒരുപാട് സന്തോഷമായില്ലേടാ? ഇപ്പൊ നിനക്ക് ഒരു ആശ്വാസമായില്ലേ? ഇത്രയും നേരം എല്ലാവരുടെ വീട്ടിൽ വന്നിട്ട് ആരെയും കാണാൻ കഴിഞ്ഞില്ലെന്ന് വിഷമമായിരുന്നു. ഇപ്പൊ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മണിക്കൂട്ടൻ ചേട്ടനെ കാണാൻ പറ്റില്ലെങ്കിലും പെട്ടിൽക്കാരന്റെ മൊമെന്റോസും ആ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇനിയിപ്പോ നമുക്ക് ബിഗ് ബോസിന്റെ ഫസ്റ്റ് അല്ലേ അതും കൂടെ വാങ്ങിച്ചുകൊണ്ടുവരും. നമ്മൾ ഒരു ദിവസം വീണ്ടും ഒരു വീഡിയോ മണിക്കൂട്ടൻ ചേട്ടനുമായിട്ട് നമ്മൾ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. പക്ഷെ വന്നാലും മണിക്കൂട്ടൻ ചേട്ടൻ വീഡിയോസിന് ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഗ്രാൻഡ് ഫിനാലെ കഴിയാത്തതുകൊണ്ട് വീഡിയോസിന് സമ്മതിക്കത്തില്ല. കാരണം അത് ഒരു വോട്ടിംഗ് സിസ്റ്റം ഒക്കെ ആയതുകൊണ്ട് സമ്മതിക്കത്തില്ല. ഫോട്ടോ കിട്ടിയാലും അത് നമുക്ക് പിന്നെ എടുക്കാമല്ലോ, നമ്മളിവിടെ ഉണ്ടല്ലോ അല്ലയോ. നമുക്ക് അടുത്തുണ്ടായിട്ട് നമുക്ക് കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അതാണ്. അപ്പോൾ മച്ചന്മാർ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.